ഇതാണ് ജെസ് ചേച്ചി. അതായത് നമ്മുടെ എന്താ പറയുക, നമ്മൾ ഇത്രയും നേരം വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നില്ലേ, അപ്പോൾ നമ്മുടെ ആനീസ് കിച്ചൻ്റെ കുക്കറി കോൺടെസ്റ്റിന് ഫസ്റ്റ് പ്രൈസ് നേടിയതാ. അത് പക്ഷേ എന്നാ പറയാ, പുള്ളിക്കാരത്തേക്ക് അത് വലിയൊരു കാര്യമാണോ എന്ന് എനിക്കറിയാൻ മേല. ഈ ലിസ്റ്റൊക്കെ വായിച്ചപ്പോഴത്തേക്കുണ്ടല്ലോ എത്രയോ പ്രൈസ് മേടിച്ചു വെച്ചേക്കുന്ന ആളാ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം ഈ പാചകത്തിലൊക്കെ ഈ എന്നാ പറയാ ക്രൗൺ അല്ലേ അതൊക്കെ നേടിയ ഒരു ഉമ്മയെ കുറിച്ച് എന്നാ പറയാനുള്ളത്. അമ്മ ഇങ്ങനെ പ്രൈസ് ഒക്കെ വാരി കൂട്ടുക. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പം അറ്റ്ലീസ്റ്റ് ഒരു മെഡൽ എങ്കിലും നമ്മൾ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ അത് ഭയങ്കര ആകാംക്ഷയോടുകൂടിയല്ലേ കൊണ്ടുവരുന്നത്. എന്റെ പ്രൈസ് ഒന്നും കാണാനില്ല അവിടെ. ഇപ്പൊ ഷോക്കേസ് സ്പേസ് ഇല്ല. അതൊക്കെ മാറ്റിയോ? നമ്മൾ കഷ്ടപ്പെട്ട് സ്കൂളിൽ നിന്ന്. എന്നോട് പറയുന്നപ്പോ മക്കളെന്താന്നറിയോ, അമ്മ ഇനി ഒന്നിനും പോവണ്ട, കാരണം ഞങ്ങളെ ഓവർടേക്ക് ചെയ്യണമെന്ന്. പ്രൈസും മൊമെന്റോ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടേ നമുക്ക് വിലയില്ല അല്ലേ? തീരില്ല ഇപ്പൊ, വെറുതെ വാങ്ങിന്നൊക്കെ. അയ്യോ, പിള്ളേര് കഷ്ടപ്പെട്ട് മേടിച്ചോണ്ട് വന്നതിന്റെ പുറത്ത് നിങ്ങൾ ഒന്ന് മേടിച്ചപ്പോ ഉമ്മ 5 എണ്ണം മേടിക്കുന്നല്ലേ? സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഒക്കെ വാങ്ങിക്കണം. പക്ഷെ ഒന്നിലും കഴിവില്ലാത്തത് കാരണം അല്ല, അന്ന് ഫുഡ് സ്പോർട്സ് കായികമേള കലാപരമായിട്ടൊന്നും ഒരു പിന്നെ കഴിവും എനിക്കില്ലായിരുന്നു. അപ്പൊ നമുക്ക് ഒന്നും കിട്ടിയില്ല. അതിന്റെ ഒരു വാശി ചേച്ചിക്ക് ഉള്ളിലുണ്ട്. വാശി ഉണ്ടായിരുന്നു വെച്ചാല് എനിക്ക് ഇവരിങ്ങനെ 3 പേര് നന്നായിട്ട് ചേച്ചിക്ക് 3 മക്കള്. ഓക്കെ, ഇത് മൂത്താളാണ്, ഇത് താഴെയാണ് ചെറിയ ആള്. അപ്പൊ മൂത്ത 2 പേര് എന്ത് ചെയ്യുന്നത്? മൂത്താള് കല്യാണം കഴിച്ചിട്ടുണ്ട്. അവള് അബുദാബിയില് ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. മൂത്ത മോള്. രണ്ടാമത്തെ മോനാണ്. അവനിവിടെ എറണാകുളത്തെ SMSല് ഡിഗ്രി ഫൈനൽ. മോളിപ്പോ എന്താ ചെയ്യുന്നത്? പ്ലസ് 2 ഏതാ എടുത്തിരിക്കുന്നത്? ബയോസയൻസ് ഭയങ്കര ബുദ്ധിയുള്ളവരെ എടുക്കുന്നതെന്നാ പൊതുവെ കേൾക്കുന്നത്. വെറുതെ അറിയാണ്ട് എടുത്തു പോയതാ. ചേച്ചിക്ക് ശരിക്കും ഈ കുക്കിങ്ങിനോടുള്ള ഇൻസ്പിറേഷൻ എങ്ങനെയുണ്ടായി? ചെറുപ്പത്തിലെ എനിക്ക് കുക്കിങ്ങിനോട് ഇഷ്ടമായിരുന്നു. ഉമ്മ പാചകം ചെയ്യണതിന് മുന്നേ തന്നെ ഞാൻ വീട്ടില് ഉമ്മാനെക്കാട്ടി മുന്നേ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ചെറുപ്പത്തില് സ്കൂളിൽ പഠിക്കണ പ്രായത്തില്. പിന്നെ സ്കൂളിലെ പഠിപ്പ് കഴിഞ്ഞ ശേഷം ഉപ്പ നാട്ടിലായി. അപ്പൊ ഉപ്പാക്ക് ഇതേപോലെ ചപ്പാത്തിയാണ് ഉപ്പ കഴിക്കാറ്. ഞാൻ ഓർമ്മ വെച്ച മുതൽ ഇപ്പൊ ചപ്പാത്തി കഴിക്കാറ്. അപ്പൊ ചപ്പാത്തിക്ക് ഉപ്പാക്ക് നല്ല കറി വേണം. അപ്പൊ ഉപ്പ ഗൾഫിലുള്ള സമയത്ത് ഉണ്ടാക്കിയിരുന്ന കറികൾ ഉപ്പ ചെറുതായിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരും. ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഒരു തവണ കാണിച്ചു തരും. ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഉപ്പയുടെ സ്പെഷ്യൽ കറിയായിരുന്നു. അതിന് തക്കാളി പുഴുങ്ങി അതിന്റെ തൊലി കളഞ്ഞിട്ടൊക്കെയാണ്. അത് കോഴിമുട്ട ചിക്കുക, പിന്നെ സവാള ഉള്ളിലൊക്കെ ഇട്ടിട്ട് ചിക്കി എടുക്കുക, പിന്നെ മട്ടൻ കറി. അല്ല, ഈ തക്കാളിയുടെ കറി എന്നാ പറഞ്ഞു? തക്കാളിയില്ല, തക്കാളി ഉപയോഗിക്കുന്നത് ഉപ്പ പുഴുങ്ങിയിട്ട് തൊലി കളഞ്ഞിട്ടാണ് കറിയിൽ ഉപയോഗിക്കുക. അങ്ങനെ 1-2 ഐറ്റംസ് ഒക്കെ ഇപ്പൊ അങ്ങനെ കാണിച്ചു തരും. പിന്നെ ഉപ്പാക്ക് നല്ല ടേസ്റ്റ് ഇഷ്ടമാണ്, അതായത് നല്ല ടേസ്റ്റിൽ കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് ഉപ്പാനോടുള്ള ഇഷ്ടമായിരിക്കും എങ്ങനെ ടേസ്റ്റിൽ കൊടുക്കണം എന്ന് വിചാരിച്ചാൽ നമ്മളത് കൂടുതൽ സ്നേഹം അല്ലേ, അതാണ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ. പിന്നെ ഉമ്മ എന്ന് പറയുന്നത് ഉമ്മ ഒരു ഹൗസ് വൈഫാണ്. ഉമ്മക്ക് അങ്ങനെ ഫുഡിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ ഉമ്മക്ക് എൻ്റെ നേരത്തെ ആളുള്ളൊരു അനിയന് സുഖമില്ലാത്തതായിരുന്നു. അപ്പൊ അവനെ പരിചരിക്കണ കാരണം ഉമ്മാക്ക് ഇങ്ങനെ പറ്റണില്ല. അപ്പൊ പിന്നെ സഹായിക്കാച്ചാല് നമ്മള് വീട്ടിൽ ആളുണ്ട്, എന്നാലും നമുക്ക് മനസ്സിന് ഇഷ്ടമായിട്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ. അന്നൊക്കെ പിന്നെ സുഖിയന്, പഴംപൊരി, പിന്നെ ചേച്ചി ആദ്യമൊക്കെ കയ്യാളായിട്ട് നിന്നിട്ടാണോ പഠിക്കുന്നത്? അമ്മയുടെ കൂടെ നിന്നിട്ടും അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിക്കുമ്പോൾ അതിന്റെ ടേസ്റ്റ്, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുക, ബുക്ക്, TV-യിൽ അന്നൊക്കെ ഒരു ഷോ ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അങ്ങനെ അതൊക്കെ കാണുമ്പോൾ അതൊക്കെ ഉണ്ടാക്കി നോക്കിയാലോ എന്നുള്ളൊരു മൈൻഡിൽ അങ്ങനെ വരും. അപ്പോൾ വീട്ടിൽ പിന്നെ സാഹചര്യം അങ്ങനെ ആയ കാരണം എന്തും എങ്ങനെയും എപ്പോഴും ഉണ്ടാക്കാം. അതിനൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പൊ പിന്നെ നമ്മൾ അങ്ങനെ ഉണ്ടാക്കും. ചിലത് സക്സസ് ആവും, ചിലത് ഉമ്മാനെ കാണാതെ എവിടെയെങ്കിലും കൊണ്ട് ഒഴിവാക്കും ചെയ്യും. അതാ വഴക്ക് കിട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഇതേമാതിരത്തെ പരിപാടി നിങ്ങൾ വീട്ടിൽ ചെയ്യാറുണ്ടോ? ഉമ്മ ഇപ്പം ഉമ്മേനെ സഹായിക്കാൻ വേണ്ടി അടുക്കളയിൽ കയറും. ആദ്യമായിട്ട് പഠിക്കുന്നത് ചിലപ്പോൾ പാളിപ്പോവും, ചിലപ്പോൾ കരിഞ്ഞു പോവും. ഇതൊക്കെ എല്ലാ വീടുകളിലും ചിലപ്പോൾ ഭയങ്കര എക്സ്പേർട്ട് ആയവർക്ക് പോലും ഇതൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷെ ഉമ്മ വഴക്ക് പറയുന്നത് പേടിച്ചിട്ട് നമ്മൾ കൊണ്ട് കളയലൊക്കെ ചെയ്ത് നടത്തുന്നുണ്ട്. പാചകം ഇഷ്ടമാണോ മോക്കൊക്കെ? ഇതിൽ നിങ്ങൾ 3 പേരിൽ ആരാണ് ഏറ്റവും നല്ലതായിട്ട് പാചകം ചെയ്യുന്നത്? ഇഷ്ടം താത്ത നല്ല കുക്ക് ചെയ്യും. ഇപ്പൊ മൂത്ത ചേച്ചി താത്ത നാട്ടിൽ വന്നിട്ടാണ് താത്തയുടെ ഡിഷസ് ഒക്കെ ട്രൈ ചെയ്യാന്. ചേച്ചി വരാൻ നോക്കിയിരിക്കാന്നല്ലേ പണിയെടുപ്പിക്കാൻ? അവളവിടെ ഒറ്റക്കല്ല, അപ്പൊ എല്ലാതും ചെയ്ത്. ചെറിയൊരു മോളുണ്ട് അവർക്ക്.
ഉമ്മയുടെ ബെസ്റ്റ് ഫുഡ് ഏതാ? എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മുടെ മട്ടൻ ബിരിയാണി. മട്ടൻ അത് ബിരിയാണി. അടിപൊളിയാ. മമ്മ ബിരിയാണിയുടെ ഉസ്താദാണ്. ഞാൻ ഒരു കാര്യം പറയാം, മലബാറുകാരുടെ സീക്രട്ട് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ വീട്ടമ്മമാർക്കും എനിക്കും അത് റിവീൽ ചെയ്ത് തന്നിട്ടേ പോവാള്ളൂ. നിങ്ങൾ സീക്രട്ട് എന്നൊക്കെ ചോദിച്ചത് ചേച്ചി എന്നാ പറയുന്നത്, റിവീൽ ചെയ്യാനാന്നോ പറയുന്നത്? അതാണ് റിവീൽ ചെയ്യാൻ പറയുന്നത്. എന്നാന്ന് വെച്ചാൽ നമ്മളൊക്കെ ബിരിയാണി വെക്കും, എല്ലാ നാട്ടിലും ബിരിയാണി വെക്കും. പക്ഷെ ഏറ്റവും ബെസ്റ്റ് ബിരിയാണി മലബാർ ബിരിയാണി തന്നെയാണ്, അത് പറയാതിരിക്കാൻ ഒക്കത്തില്ല. ഞാനിപ്പോൾ ഒരു പ്രോഗ്രാമിന് പോവുകയാണെങ്കിൽ അവർ ആദ്യം നമ്മളോട് അതിൻ്റെ അളവ് അല്ലെങ്കിൽ അതിൻ്റെ റെസിപ്പി അയച്ചു കൊടുക്കാൻ പറയുമല്ലോ. സത്യത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് ആ റെസിപ്പിൻ്റെ അളവ് പറയാൻ അറിയില്ല. ചേച്ചിക്ക് എന്താണ് അന്നേരം കൈവാക്കാതെ? അല്ല, അപ്പം ഞാൻ എന്ത് ചെയ്യും, പിന്നെ ജസ്റ്റ് ഒന്ന് യൂട്യൂബൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ ഒക്കെ ഒരു അളവ് ഇങ്ങോട്ട് എടുക്കും. പിന്നെ എൻ്റെ അളവും കൂടെ, അതായത് വീട്ടിലാണെങ്കിൽ ചേച്ചിയുടെ കൈവാക്കിന് അത് വീട്ടിൽ അപ്പം നമ്മൾ ഈ അളവ് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അത് സെലക്ട് ആയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുമല്ലോ. പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ അളവിന് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആ പഠിച്ച ആ ഒരു അളവിനാണ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഇഞ്ചി വെളുത്തുള്ളി മൂക്കണി. ഇപ്പൊ ഞങ്ങള് വീട്ടമ്മമാർക്കേ ഒരു ഗരം മസാലയുടെ ഒരു അളവ് പറയാൻ പറഞ്ഞാൽ ചേച്ചി എങ്ങനെ പറഞ്ഞു തരും? അത് ഞങ്ങള് മലബാറുകാരുടെ കണ്ടുപിടിച്ചിട്ടേ പോകുന്നുള്ളൂ. അത് ഞാൻ പറഞ്ഞു തരും. പറഞ്ഞു തരണം കേട്ടോ. കാര്യം എന്നാന്ന് അറിയിച്ചു വേറെ ഒന്നും കൂടെ. പിന്നെ അതിന് പിന്നെ രണ്ടാമത്തെ കാര്യം, അതിന്റെ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ഇടുമ്പോൾ, പേസ്റ്റ് ഇടുമ്പോൾ അതിനൊരു ഒരു അളവുണ്ട്. ഒരു അല്ല, അളവല്ല, അതിനൊരു മണം, മൂപ്പുണ്ട്. തീരെ മൂക്കാതെ കഴിഞ്ഞാലും അധികം മൂത്ത് കഴിഞ്ഞാലും ബിരിയാണിന്റെ ടേസ്റ്റ് മാറിക്കഴിയും. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കൂടി കഴിഞ്ഞാലും ടേസ്റ്റ് മാറിപ്പോവും.